നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബാഴ്സലോണക്ക് ഇന്നത്തെ മത്സരം ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചെൽസിക്കെതിരെയുള്ള തോൽവി, UCL തോൽവി അവർക്ക് വലിയ ഷോക്കായിട്ടുണ്ട്. അത് കോച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. ഞങ്ങളെല്ലാവരും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്, ഡൗൺ ആണ് എന്ന്. അപ്പോൾ ആ ഡൗൺ ആയ നിലയിൽ നിന്ന് തിരികെ കയറാൻ ഇന്നത്തെ കളി ജയിക്കണം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:45 ക്യാമ്പ് നൗവിലാണ് ഈ കളി നടക്കുന്നത്. ഈ കളി വിജയിച്ചാൽ താൽക്കാലികമായിട്ടാണെങ്കിലും FC ബാഴ്സലോണക്ക് റയലിനെ മറികടന്ന് ലാലിഗയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. 13 കളി 31 പോയിന്റാണ് ബാഴ്സക്ക്, 13 കളി 32 പോയിന്റാണ് റയൽ മാഡ്രിഡിനുള്ളത്. റയലിന്റെ കളി നാളെ മാത്രമേ ഉള്ളൂ. നാളെ ജിറോണക്കെതിരെയാണ് കളി. അപ്പോൾ ഇന്നത്തെ കളി ജയിച്ചാൽ താൽക്കാലികമായിട്ടാണെങ്കിലും 1-ാം സ്ഥാനം പിടിക്കാൻ പറ്റും. സീസണിൽ ഒന്നും നഷ്ടമായിട്ടില്ല, ഇനിയും ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട് എന്നൊരു റിയാലിറ്റിയിലേക്ക് താരങ്ങൾ ഉണർത്താൻ ഇന്നത്തെ വിജയം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ റയലിനെ തോൽപ്പിച്ച് 1-ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണോ ലക്ഷ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ കളികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, എല്ലാ മാച്ചുകളും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്നു എന്നാണ്. ഇപ്പോൾ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം തൊട്ടു മുന്നിലുള്ള ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. കാരണം അടുത്ത മത്സരത്തിൽ അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിക്കുന്നു, പിന്നെ റിയൽ ബെറ്റീസിനെതിരെ കളിക്കുന്നു. അത് കഴിഞ്ഞാൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടുമായിട്ട് അവർക്ക് UCL മത്സരമുണ്ട്. സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് ഹാൻസി ഫ്ലിക്ക് വലിയ രൂപത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊക്കെ റൊട്ടേഷൻ നടത്തിയേക്കാം എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ Diario AS നൽകുന്ന ഒരു സൂചന അനുസരിച്ച് അവരുടെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയാവാം. അതിൽ കസാഡോ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. നമ്മൾ നോക്കിയാണ്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ കുബാർസിയും എറിക് ഗാർഷ്യയും, ഇരു പാർശ്വങ്ങളായിട്ട് ക്രിസ്റ്റ്യൻസനും ബാൽഡയും. അപ്പോൾ ക്രിസ്റ്റ്യൻസൻ കളിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ. അപ്പോൾ കോച്ച് പറഞ്ഞ മറുപടി പ്ലേയിങ് 11 കുറിച്ച് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ക്രിസ്റ്റ്യൻസൻ ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഇന്ന് ക്രിസ്റ്റ്യൻസൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷയും. ക്രിസ്റ്റ്യൻസനും ബാൽഡയും ഒരു പാർശ്വങ്ങളിൽ നിൽക്കും. മധ്യനിരയിൽ കസാഡോയും ഡിയോങ്ങും ഡാനി ഒൽമോയുമായിരിക്കും. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ റാഫീഞ്ഞ ഉണ്ടാകും. റാഫീഞ്ഞ ഞങ്ങൾ മിസ് ചെയ്തു എന്ന് കൃത്യമായിട്ട് കോച്ച് ഇന്നലെ പറയുകയാണ്. അപ്പോൾ റാഫീഞ്ഞ, ലാമിനെ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി എന്നിവർ ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അത് ഒരു പക്ഷേ കോമ്പറ്റീഷൻ ബേസിലല്ല, കിരീടത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് താരങ്ങളുടെ ഒരു മെന്റാലിറ്റി ബൂസ്റ്റ് ചെയ്യാനും മൊറയിൽ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. അത് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.